പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ചന്തുമോളുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മളെ കാലം കഴിഞ്ഞാൽ നമ്മുടെ ചന്തുമോൾക്ക് ആരാണ് ഉണ്ടാവുക? അതെല്ലാം ആലോചിച്ചിട്ട് എനിക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. ചന്തുമോളുടെ കാര്യം ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുക പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനൊക്കെ നീ ടെൻഷൻ ആകുന്നത് എന്തിനാ? അതൊക്കെ ഏറ്റെടുക്കാൻ ഇവിടെ നമ്മുടെ ആദർശമോനും നയനമോളും ഉണ്ടല്ലോ. പിന്നെ ആരൊക്കെ ആ മോളെ കൈവിട്ടാലും നയനമോൾ ആ മോളെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്വന്തം മോളെ പോലെ അവർ നോക്കിക്കോളും. ഇനി വേണമെങ്കിൽ അവൾക്ക് വേണ്ട സ്വത്തുക്കളും കൊടുത്തോളും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അത് ഇദ്ദേഹം പറയുന്നത് ശരിയാണ്. മോൾക്ക് മാത്രമാണ് മോളോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഇവിടെ ഉള്ളത്. ഇനി ചന്തുമോൾക്ക് വേണ്ടി പകുതി സ്വത്തെങ്കിലും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് പറയണം. എന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിക്കോളും എന്ന രീതിയിലൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ജലജ വരുന്നത്. ആ സമയത്ത് അവിടേക്ക് ജലജ വരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശൻ കരുതി കൂട്ടി പറയുന്നുണ്ട്, ഞാൻ പറയുന്ന നീ ശരിക്കും കേട്ടല്ലോ. ചന്തുമോൾ മുതിർന്നു വരികയാണ്. അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കുറവും ഇല്ലാതെ ചെയ്തു കൊടുക്കണം. അവളുടെ പേരിൽ ഇവിടുത്തെ പകുതി സ്വത്തുക്കളെങ്കിലും എഴുതി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശന്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ അതെ, ഞാൻ ഇദ്ദേഹത്തോട് പറയാനിരിക്കുകയായിരുന്നു. എൻ്റെ തീരുമാനവും അത് തന്നെയാണ്. പിന്നെ ചന്തുമോളെ സ്നേഹിക്കുന്നവർ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി. അല്ലാത്തവരൊക്കെ പുറത്തു പൊയ്ക്കോട്ടെ. അല്ലാത്തവർക്ക് നമ്മൾ സ്വത്തുക്കളൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നമ്മളുടെ ജലജ. എന്നിട്ട് ഈ കിളവനും കിളവിയൊക്കെ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്? കണ്ടവർക്കൊക്കെ വാരിക്കോരി സ്വത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ് ഇവരുടെ മനസ്സിലിരിപ്പ്? ഞങ്ങൾക്കൊക്കെ ഒന്നും തരത്തതുമില്ല, മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുകയും ചെയ്യും. ഇവരെയാണ് ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ജലജ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ജലജ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തൊക്കെ വരികയാണ്. ജലജ ചോദിക്കുന്നുണ്ട്, എന്താണ് അച്ഛനും അമ്മയും സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാം നീ കേട്ടിട്ടുണ്ടാകുമല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ചന്തുമോൾക്ക് വേണ്ടി എല്ലാ കാര്യവും ഒന്ന് തീരുമാനം എടുക്കാൻ പോവുകയാണെന്നൊക്കെ മുത്തശ്ശന് പറയുന്നുണ്ട്. മോളുടെ പേരിൽ പകുതി സ്വത്തെങ്കിലും എഴുതി വെക്കണം എന്ന് അത് ആദർശനോടും നയനയോടും ഒക്കെ സംസാരിച്ച് റെഡിയാക്കണം. അതൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ. ഇനി എന്തായാലും മോളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ആരും ഇവിടെ ചെയ്യരുത്. അവളെ സുരക്ഷ ഉറപ്പാക്കണം. നിന്നെ ഏതായാലും ഞങ്ങളിവിടെ എടുത്ത് വളർത്തിയത് ആണല്ലോ, അതുപോലെ ഒരു കുട്ടിയും കൂടെ എന്ന് കരുതിയാൽ മതി എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മോളും കൂടെ ഇനി ഇവിടെ വളരും. അവൾക്കും കൂടെ ഉള്ള സ്വത്തുക്കളൊക്കെ ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ജലജ ചൂടായി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അച്ഛൻ ഈ പറയുന്നത്? നിങ്ങൾ ഒരു തീരുമാനമൊക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങളോടും എല്ലാവരോടും ഒന്ന് ചോദിക്കണ്ടേ? ഞങ്ങളുടെ അഭിപ്രായം അറിയണ്ടേ എന്നൊക്കെ പറയുന്നു കേട്ടോ ജലജ. ആ സമയത്ത് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ച് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല എന്നും ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞാനാണെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ആ തീരുമാനത്തിന് അനുസരിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. ആ സമയത്ത് ജലജ ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്നിനും കൊള്ളാത്ത നിന്നെ ഞങ്ങൾ എടുത്ത് വളർത്തിയപ്പോൾ പാൽ തന്ന കൈക്ക് തന്നെയല്ലേ നീ കൊത്തുകയും ചെയ്യുകയല്ലേ ചെയ്തതെന്നൊക്കെ അച്ഛൻ പറയുന്നു. അത്രയ്ക്കൊന്നും ആ ചന്തുമോൾ ചെയ്യുകയില്ല എന്ന് ഉറപ്പുണ്ട്. കാരണം അന്തസ്സുള്ള ഒരമ്മയ്ക്കാണ് അവൾ ജനിച്ചത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. അപ്പോൾ അച്ഛൻ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നിക്കോളും അച്ഛന് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ് ജലജ. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടെ ആദർശ് നയന അവിടേക്ക് വരുന്നുണ്ട്. ചന്തുമോളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നയന ചോദിക്കുന്നുണ്ട്, വളരെ സന്തോഷത്തിലാണല്ലോ രണ്ടുപേരും, എന്തൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണല്ലോ, എന്താണൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചന്തുമോളെക്കുറിച്ചാണ്. ഞങ്ങൾ വയസ്സന്മാരായി. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചന്തുമോളുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് വേണമല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണടയുകയില്ല. മോളുടെ കാര്യത്തിൽ ആരെങ്കിലും ഒരു സംരക്ഷണം ഏറ്റെടുക്കണമല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, അതിത്ര ആലോചിക്കാൻ എന്താണ്? ഞാൻ എൻ്റെ മോളെപ്പോലെ ചന്തുമോളെ നോക്കാം. ഇനി ആദർശേട്ടനെ അച്ഛ എന്നും എന്നെ അമ്മയെന്നും ചന്തുമോൾ വിളിച്ചോട്ടെ. ഞങ്ങളുടെ മൂത്ത മോളായിട്ട് ഇനി മോള് വളരും. ആരുടെ മോളായാലും ആദർശേട്ടൻ്റെ ആരുടെ മോളായാലും ഇനി അതിൻ്റെ പിന്നിൽ പോയി കണ്ടെത്തിയാലും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മോളെ പോലെ തന്നെ ഞങ്ങൾ വളർത്തും എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. എന്നിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ മുത്തശ്ശിയും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ആരില്ലെങ്കിലും നയനമോൾ ചന്തുമോൾക്ക് കൂട്ടായിട്ടുണ്ടാകുമെന്ന്.
ഇപ്പോൾ എങ്ങനെയുണ്ട് മോളുടെ മനസ്സ് എനിക്കാണ് ശരിക്കും അറിയുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ജലജ നമ്മുടെ അഭിയെ വിളിക്കുന്നുണ്ട്. ഫോൺ ചെയ്ത് പറയുകയാണ്, എത്രയും പെട്ടെന്ന് വരാൻ പറയുകയാണ്. എന്നിട്ട് അഭി എത്തിയിട്ട് ചോദിക്കുകയാണ്, അല്ല, എന്താ എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്തിനാ നിങ്ങൾ വരാൻ പറഞ്ഞത്? മനുഷ്യന് സ്വസ്ഥതയായിട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പോലും സമ്മതിക്കില്ല. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വേഗം എന്നൊക്കെ ചോദിക്കുകയാണ് അഭി. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടന്നാൽ മതിയല്ലോ, ഇവിടെ നടക്കുന്നത് കാര്യം ഒന്നും നീ അറിയുന്നില്ലല്ലോ, നിനക്ക് അറിയണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, എന്താ അമ്മ പറയുന്നത്? ചന്തുമോളുടെ കാര്യമല്ലതും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവളുടെ കാര്യം തന്നെയാണ്. ആ പിഴച്ച ജന്തു ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും അവൾ മാത്രം മതി. ഇനി സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ കൊടുക്കാൻ പോവുകയാണല്ലോ. അതൊക്കെയാണ് കിളവനും കിളവിയും ഒക്കെ തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് അഭി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്താണ് അമ്മേ പറഞ്ഞത്? അവർ സ്വത്തുക്കൾ ചന്തമുള്ള പേരിൽ എഴുതി വെക്കാൻ പോകുന്നുവെന്നോ? ഇതെന്താണ് ഇവർക്കൊക്കെ എന്താണ് പറ്റിയത്? അതും ആരുടെ കുഞ്ഞാണെന്ന് പോലും അറിയാത്ത സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് വട്ടാണ്. അവരെ പറഞ്ഞ് തിരുത്താൻ ഒട്ടും നമ്മൾക്ക് കഴിയില്ല. എന്താണ് ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ ആ കൊച്ചിനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഗുണ്ടകളെ ഏൽപ്പിച്ച് അവളെ കൊന്നു കളയാൻ ഏൽപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ. അല്ലാതെ ഇവിടെ ഇനി അവൾ വളർന്നാൽ നമുക്കൊന്നും കിട്ടാതാകും. അങ്ങനെ ആ പെൺകുട്ടിയെ ഇവിടെ നിർത്താൻ സമ്മതിക്കാൻ പറ്റില്ല. അവളെ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ജലജ. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. വേറെ എന്തെങ്കിലും ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആ സ്വത്തുക്കൾ അവളിലേക്ക് പോകാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നോക്കട്ടെ. ആ സമയത്ത് അവിയുടെ മനസ്സിലേക്ക് വരികയാണ്, അന്നേ എൻ്റെ കുഞ്ഞ് ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ആ സ്വത്തുക്കൾ എനിക്ക് കിട്ടുമായിരുന്നു, വെറുതെ ആദർശേട്ടൻ്റെ പേരിൽ ഇടണ്ടായിരുന്നു എന്നൊക്കെ. ഇനി ഇപ്പോൾ എന്താ ചെയ്യുക? ഇനി ഇപ്പോൾ മാറ്റാൻ പറഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, എന്താടാ നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ജലജ. അപ്പോൾ ഒന്നുമില്ല, വെറുതെ ആദർശേട്ടൻ്റെ പേരിൽ കുറ്റമിടാൻ നോക്കിയ നേരത്ത് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, എങ്കിൽ ആ സ്വത്തുക്കൾ മുഴുവൻ നമുക്ക് കിട്ടിയേനെ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, ഓ, ഇനി അവളുടെ അച്ഛൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത കുറവ് മാത്രമേ നിനക്കുള്ളൂ. അല്ലാതെ എങ്ങനെയെങ്കിലും ആ കൊച്ചിന് കൊടുക്കാനിരിക്കുന്ന സ്വത്ത് കൈക്കലാക്കാൻ അല്ല നോക്കുന്നത്, അവൻ്റെ ഓരോ ഐഡിയ പറഞ്ഞ് വരുന്നതേ എന്നൊക്കെ ചൂടായി പറയുകയാണ്. ആ സമയത്ത് അഭി ചിന്തിക്കുന്നുണ്ട്, അന്നേ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്വത്തുക്കൾ കിട്ടിയേനെ, പ്രശ്നങ്ങൾ ഒഴിവ് ആയേനെ. ഇനി ഇപ്പോൾ എന്താ ചെയ്യുക? പിടിയുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അഭിയും ജലജയും.